അർജുൻ നായങ്കിക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് തുടർ നടപടികളുമായി പോലീസ്. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് വളപട്ടണം SHO കമ്മീഷണർക്ക് കൈമാറി. പോലീസ് റിപ്പോർട്ട് ഉടൻ കളക്ടർക്ക് കൈമാറും. അതേസമയം ഫേസ്ബുക്കിലെ പോസ്റ്റുകളെല്ലാം ഐഫോണിൽ നിന്ന് സ്വയം പോസ്റ്റ് ചെയ്തതാണെന്ന് അർജുൻ നായങ്കി പോലീസിന് മൊഴി നൽകി. ഐഫോൺ കണ്ടെടുക്കാൻ പോലീസിന്റെ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. നിഖിൽ അളവൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ കാപ്പ ചുമത്താൻ തക്കവണ്ണമുള്ള കേസുകളുടെ എണ്ണം ഇയാളുടെ പേരിലുണ്ടോ? എന്താണ് ഇതിന്റെ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. നിലവിൽ 23 കേസുകളിൽ പ്രതിയാണ് അർജുൻ നായങ്കി. 2015-ലും 2017-ലും വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ മാത്രം അർജുൻ നായങ്കിക്കെതിരെ 9 കേസുകളുണ്ട്. ഇതെല്ലാം തന്നെ രാഷ്ട്രീയ കേസുകളാണ്. അതിനു പുറമെ കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ 2, കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ 2, ഒപ്പം തന്നെ നിലവിലുള്ള കേസുകൾ, ഇങ്ങനെ ആകെ 23 കേസുകളാണ് അർജുൻ നായങ്കിക്കെതിരെ ഉള്ളത്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് ഈ കാപ്പ ചുമത്തുക എന്നൊരു നടപടിയിലേക്ക് പോലീസ് ഏതായാലും കടക്കുന്നത്. നേരത്തെ ഇതിൽ ഏറെ കേസുകൾ ഉണ്ടായിരുന്നു. അതിൽ ചില കേസുകളിൽ നിന്നൊക്കെ അർജുൻ നായങ്കി മുക്തരാകുന്നതും നമ്മൾ കണ്ടതാണ്. ഏതായാലും കാപ്പ ചുമത്താനുള്ള നടപടികളുമായി തന്നെ പോലീസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായാണ് വളപട്ടണം SHO ഇപ്പോൾ ഈ ഒരു കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് കണ്ണൂർ കമ്മീഷണർക്ക് കൈമാറിയിരിക്കുന്നത്. ഇനി കമ്മീഷണർ ഈ റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് നൽകും. ജില്ലാ കലക്ടറാണ് ഈ റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷം കാപ്പ ചുമത്തുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. അടുത്ത ആഴ്ചയോടുകൂടി തന്നെ ഒരുപക്ഷെ ഇതിനുള്ള നടപടികൾ പൂർത്തിയാക്കും എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ഈ നിലവിലെ ഒരു സാഹചര്യം കൂടി പരിഗണിച്ച് വേഗത്തിൽ ഇത്തരം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു പോലീസ് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നമുക്ക് പറയാനാവുക. അതിനിടയിൽ ഇന്ന് ഇപ്പോൾ നിലവിൽ കണ്ണൂർ സൈബർ ക്രൈം പോലീസിന്റെ കസ്റ്റഡിയിലാണ് അർജുൻ നായങ്കി ഉള്ളത്. അർജുനുമായുള്ള തെളിവെടുപ്പ് ഇന്ന് നടക്കും. അത് എവിടെയൊക്കെ എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോഴൊരു വ്യക്തത വരുത്തിയിട്ടില്ല. ഒളിവിൽ കഴിഞ്ഞ ഇടങ്ങളിൽ 2 or 3 ഇടങ്ങളിലും ഒപ്പം തന്നെ ഒരു പക്ഷേ അർജുന്റെ വീട്ടിൽ വീണ്ടും അർജുനെ എത്തിച്ചു തന്നെയുള്ള ഒരു തെളിവെടുപ്പ് കൂടി നടത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അർജുൻ നായങ്കി ഇന്നലത്തെ ഈ കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ചോദ്യം ചെയ്യലിൽ ഫേസ്ബുക്കിൽ പോസ്റ്റുകളെല്ലാം തന്നെ ഇട്ടത് താനാണ് എന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അത് അർജുൻ ഉപയോഗിച്ചിരുന്ന ഐഫോൺ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഈ പോസ്റ്റുകളെല്ലാം ചെയ്തത് എന്നതാണ് ഇപ്പോൾ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ ഒളിവിൽ കഴിഞ്ഞതും യാത്രയിലും പലയിടങ്ങളിൽ നിന്നുള്ള വൈഫൈ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്തത് എന്നും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അർജുൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഐഫോൺ പ്രധാന തെളിവാണ് ഈ കേസ്. സൈബർ പോലീസിന്റെ കേസുമായി ബന്ധപ്പെട്ട് അത് കണ്ടെത്തുക എന്ന ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. നേരത്തെ സൈബർ പോലീസ് അർജുന്റെ വീട്ടിൽ ഒരു തവണ റെയ്ഡ് നടത്തിയതാണ്. അന്ന് ലാപ്ടോപ്പ് കണ്ടെത്തിയിരുന്നെങ്കിലും ഈ ഫോൺ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അത് കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പ്രധാന ലക്ഷ്യമായി കാണുന്നത്. അതിനൊപ്പം ഈ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളുകൾ ആരൊക്കെയാണ്, എന്തൊക്കെ സൗകര്യങ്ങൾ അർജുന് ലഭിച്ചു, വാഹനങ്ങൾ നൽകിയത് ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും കൂടി ഇപ്പോഴുള്ള ഈ തെളിവെടുപ്പിന്റെ ഭാഗമായി വരും. 3 ദിവസത്തേക്കാണ് അർജുനെ സൈബർ പോലീസിന് കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത്. അതിനിടയിൽ തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ നീക്കം. അതിനൊപ്പം തന്നെ അർജുന്റെ കൂട്ടാളിയായ പ്രണവിനെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. പ്രണവിനെ കണ്ടെത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിയത്.